മണ്ണാർക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ഖബറടക്കി. കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. അഞ്ചേരിയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 37 പവൻ കവർന്ന കേസിലെ 2 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ, അമിത് ഡോളൈ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി പോട്ടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. ചേലക്കര മേപ്പാടം കൽത്തൊട്ടിയിൽ ആംബുലൻസ് മറിഞ്ഞ് നഴ്സിന് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൌജന്യമായി കളഭം നൽകാതിരുന്ന ക്ഷേത്രം മാനേജറെ സ്ഥലം മാറ്റി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിൽ പ്രതിഷേധം പുകയുന്നു. മുനമ്പം വിഷയം ക്രിസ്ത്യൻ സമുദായം ഒന്നിച്ചു നിന്നപ്പോഴാണ് പാണക്കാട് തങ്ങൾക്ക് ബിഷപ്പ് പാലസിലെത്തി ചർച്ച നടത്തേണ്ടി വന്നതെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ശ്രീനാരായണീയർ തയ്യാറാകേണ്ടതുണ്ടെന്നും വെള്ളാപ്പള്ളി. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, ഐഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കിയത്. അടുത്തടുത്തായി തയ്യാറാക്കിയ 4 ഖബറുകളിലായാണ് പെൺകുട്ടികളെ ഖബറടക്കിയത്. വിദ്യാർത്ഥികളെ അവസാന നോക്ക് കാണാൻ 100 കണക്കിന് ആളുകളാണ് പള്ളിയിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത്. മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിന് വെച്ച ഹാളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം നൽകി. മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതേസമയം അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം ശാസ്ത്രീയ പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടാണ് സ്കൂൾ വിട്ട് മടങ്ങുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് സിമന്റ് കയറ്റിയ ലോറി മറിഞ്ഞത്. അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 37 പവൻ കവർന്ന കേസിലെ 2 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ, അമിത് ഡോളൈ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് സുജയ് എന്നയാളുടെ അഞ്ചേരിയിലുള്ള സ്വർണ്ണപ്പണി സ്ഥാപനത്തിൽ ജോലിക്കെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെത്തിയ ഇരുവരും 29-ന് പുലർച്ചെ 37 പവൻ സ്വർണവുമായി മുങ്ങിയത്. 2 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. കേരളത്തിലെ സ്വർണ്ണ പണിശാലകളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് മോഷണം ചെയ്തതോ വയസ്സായവരുടെയോ പേരിൽ സിം കാർഡുകൾ എടുത്ത് പേരും വിലാസവും തെറ്റായി നൽകിയതിനു ശേഷം സ്വർണ്ണപ്പണിക്ക് വന്ന് മോഷണം നടത്തി ഒളിത്താവളത്തിലേക്ക് കടക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ ACP സുധീരൻ, ഒല്ലൂർ SHO ഫർഷാദ്, TP പ്രിൻസിപ്പൽ SI ജീസ് മാത്യു, SI ജോഷി, ASIമാരായ അരുൺ ഘോഷ് മാധവൻ, CPO അഭീഷ് ആന്റണി എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്ത് വീട്ടിൽ ജോർജിന്റെ മകൻ 51 വയസ്സുള്ള നെൽസൺ ആണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. തൃപ്രയാറിൽ മോൾഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന നെൽസൺ ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ചാലക്കുടി ഇരിങ്ങാലക്കുട റോഡിൽ വാഴക്കുന്നിൽ വെച്ചാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. തലയിൽ ഗുരുതരമായി മുറിവേറ്റ നെൽസനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര മേപ്പാടം കൽത്തൊട്ടിയിൽ ആംബുലൻസ് മറിഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സിന് തലയ്ക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശിനി ബിൻസിക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ നിസാമുദ്ദീൻ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ എത്തിച്ച് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പാലക്കൽ സ്വദേശി ചന്ദ്രൻ ആണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൌജന്യമായി കളഭം നൽകിയില്ല. ക്ഷേത്ര മാനേജർക്ക് സ്ഥലം മാറ്റം. CPM നേതാവും ദേവസ്വം മുൻ ഭരണസമിതി അംഗവുമായ പ്രശാന്തിനെയാണ് ക്ഷേത്ര മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ചെയർമാന്റെ സുഹൃത്താണെന്ന് അവകാശപ്പെട്ട് ക്ഷേത്രത്തിലെത്തി സൌജന്യ കളഭം ആവശ്യപ്പെടുകയായിരുന്നു. അത്തരമൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് ക്ഷേത്ര മാനേജറായ പ്രശാന്ത് മറുപടി പറഞ്ഞു. ഇതാണ് ചെയർമാനെ ചൊടിപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രശാന്തിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. CPM നേതാക്കൾ ഉൾപ്പെടെ വിളിച്ച് നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെയർമാൻ വഴങ്ങാൻ തയ്യാറായില്ല. പ്രശാന്തിനെതിരെ നടപടിയെടുത്തതിൽ ദേവസ്വം ജീവനക്കാർ അമർഷത്തിലാണ്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടത്തിയതിൽ പ്രതിഷേധം പുകയുന്നു. ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വച്ചതിനെതിരെ പ്രതിഷേധം രൂക്ഷമാണ്. തന്ത്രിക്കെതിരെ യോഗ ക്ഷേമസഭ രംഗത്തെത്തിയിരുന്നു. ശങ്കരാചാര്യരെ തള്ളിപ്പറഞ്ഞ തന്ത്രി ഹൈന്ദവ സമൂഹത്തിന് അപമാനമാണെന്ന് യോഗക്ഷേമസഭ പറഞ്ഞു. ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്തണമെന്ന് യോഗക്ഷേമസഭ ആവശ്യപ്പെട്ടു. ബന്ധുമരിച്ച പുല നിലനിൽക്കെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാനപുരയിൽ വിളക്ക് കൊളുത്തിയതും പ്രതിഷേധമുയർത്തി. ഏകാദശി നാളിലായിരുന്നു തന്ത്രിയുടെ വിവാദമായ വിളക്ക് കൊളുത്തൽ. അഖില കേരള തന്ത്രി സമാജവും ഇതിനെതിരെ രംഗത്തെത്തി. മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം ഒന്നിച്ചു നിന്നപ്പോഴാണ് പാണക്കാട് തങ്ങൾക്ക് ബിഷപ്പ് പാലസിലെത്തി ചർച്ച നടത്തേണ്ടി വന്നതെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൃശൂരിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ഒന്നിച്ച് നിയമം പാസാക്കിയ LDFും UDFും ക്രിസ്ത്യൻ സമുദായത്തെ വെറുപ്പിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു മനസ്സിലായപ്പോഴാണ് രാമന്റെ മുൻപിൽ ഹനുമാൻ എന്ന പോലെ നിൽക്കുന്ന സ്ഥിതിയുണ്ടായത്. വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയായി വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരീയതയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും ശ്രീനാരായണീയർ തയ്യാറാകേണ്ടതുണ്ട്. സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നത പദവിയിലെത്തിക്കാനുള്ള അവസരമേകാൻ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന് കഴിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിപ്പിച്ചു. കൺവെൻഷൻ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഡോക്ടർ D ഷീബു പണ്ടാല, യോഗം കൗൺസിലർമാരായ PK പ്രസന്നൻ, CM ബാബു, SNPC കേന്ദ്രസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് MN ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നടൻ അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. പുഷ്പ 2 റിലീസിനിടെ തിരക്കിൽപ്പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി നിലനിൽക്കെയാണ് അറസ്റ്റ്. ഈ മാസം 4-നായിരുന്നു യുവതിയുടെ മരണം. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുനെ കാണാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോഴായിരുന്നു സംഭവം. രേവതി എന്ന 39-കാരിയാണ് മരിച്ചത്. യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അല്ലു അർജുനും സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനും എതിരെ പോലീസ് കേസെടുത്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. സംവിധായകൻ P. ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയാണ് P. ബാലചന്ദ്രകുമാർ. നടൻ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ കേസിൽ വലിയ വഴിത്തിരിവായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ മദ്യം കണ്ടെത്തി. 18 ബോട്ടിൽ മദ്യമാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതേ തുടർന്നുള്ള പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. SIമാരായ KO തോമസ്, ജയകുമാർ, മനോജ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ സമുദായങ്ങളുടെ സഹകരണത്തോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി. ക്ഷേത്ര ചടങ്ങുകൾ ഒഴികെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഒരുക്കുക. താലപ്പൊലി ആഘോഷം നടത്താൻ ക്ഷേത്രോപദേശക സമിതിക്ക് ദേവസ്വം ബോർഡ് നേരത്തെ അനുമതി നൽകിയിരുന്നു. മറ്റ് സംഘടനകളുമായി സഹകരിച്ച് താലപ്പൊലി ആഘോഷം സംഘടിപ്പിക്കാൻ ഉപദേശക സമിതി മുൻകൈയെടുക്കുകയായിരുന്നു. കുടുംബി സമുദായം, ധീവര സമുദായം, കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള വിവിധ ശ്രീനാരായണീയ സാമൂഹ്യ സംഘടനകൾ എന്നിവയാണ് ക്ഷേത്രോപദേശക സമിതിയുമായി സഹകരിക്കുന്നത്. സംക്രാന്തി നാളിലെ കലാപരിപാടികൾ, 1001 കതിനവെടി, 1-ാം താലപ്പൊലി നാളിലെ കലാപരിപാടികൾ തുടങ്ങിയവയുടെ നടത്തിപ്പ് പതിവ് പോലെ യോഗത്തിനാണ്. താലപ്പൊലി നടത്തിപ്പ് കൂടുതൽ ജനകീയമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയത്. ഇടവേളയ്ക്ക് ശേഷം തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. ജില്ലയിൽ തെരുവ് നായ ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ്. നായ്ക്കളുടെ കടിയേറ്റ നിരവധി പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളിൽ നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് പതിവാകുകയാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടും കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തൃശൂരടക്കം 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോട്ടപ്പുറം വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വസന്തൻ ചിയാരം, സോമൻ കൊളപ്പാറ, PD ജെയിംസ്, ബാബു ചേലക്കര, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് KM ജയന്തി തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമായി ജീവിക്കുന്ന ഒരു ഇടതുപക്ഷ ഭരണം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി അഡ്വക്കേറ്റ് KS നിസാറിനെയും ജനറൽ സെക്രട്ടറിമാരായി KS ഉമൈറ, റക്കീബ് K തറയിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം, സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി മാത്യു എന്നിവർ തെരഞ്ഞെടുപ്പ് യോഗത്തിന് നേതൃത്വം നൽകി. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ബോട്ട് തെങ്ങിൻ കുറ്റിയിടിച്ചു മുങ്ങി. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം. ബോട്ടിലുണ്ടായിരുന്ന 7 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു. 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ബോട്ടുടമ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഹാരിസ് ചേരുന്നു. ഹാരിസ്, എന്താണ് വിശദാംശങ്ങൾ? അതിര ഇന്ന് പുലർച്ചെയാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോകുകയായിരുന്ന ബോട്ട് ചാവക്കാട് മുനക്കക്കടവ് ഹാർബർ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം തെങ്ങിൻ മുട്ടിയിലിടിച്ചാണ് അപകടം ഉണ്ടായത്. ഇതേ തുടർന്ന് ബോട്ടിലേക്ക് വെള്ളം കയറുകയും ബോട്ട് മുങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. ഉടൻ തന്നെ സമീപത്തുള്ള മറ്റു ബോട്ടുകാർ എത്തി അതിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും ബോട്ട് മറ്റൊരിടത്തേക്ക് കെട്ടി ഇടുകയായിരുന്നു. ഹാരിസാണ് വിവരങ്ങൾ നൽകിയത്. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ബോട്ട് തെങ്ങിൻ കുറ്റിയിടിച്ച് മുങ്ങി. വലപ്പാട് കോതകുളത്തും കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള സർക്കാർ ഉന്നതതല യോഗം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കയ്പമംഗലത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. വലപ്പാട് കോതകുളത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 68 ലക്ഷം ഉൾപ്പെടുത്തുകയും 27.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു പ്രദേശവും തമ്മിൽ 9 കിലോമീറ്റർ ദൂരമുണ്ട്. 2 പ്രദേശത്തും ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് നൽകാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. CC മുകുന്ദൻ MLA, കയ്പമംഗലം MLA ET ടൈസൺ, സംസ്ഥാന തലത്തിലുള്ള ഫിഷറീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് CPMന്റെ സമുന്നത നേതാവും മത്സ്യത്തൊഴിലാളി നേതാവുമായിരുന്ന K അഹമ്മദിന്റെ 20ാം ചരമവാർഷിക ദിനം CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം അധ്യക്ഷത വഹിച്ചു. MLA NK അക്ബർ, ചാവക്കാട് ഏരിയ സെക്രട്ടറി T ശിവദാസൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം R രാധാകൃഷ്ണൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കാപ്പ പ്രകാരം ജില്ലയിൽ പ്രവേശന അനുമതി നിഷേധിച്ചിട്ടുള്ളതുമായ യുവാവിനെ പിടികൂടി. പെരുവല്ലൂർ പുല്ലൂർ സ്വദേശി മുള്ളോത്ത് വീട്ടിൽ അമൽ വിഷ്ണുവിനെയാണ് പിടികൂടിയത്. പാവറട്ടി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ചേർന്നാണ് പ്രതിയെ അതിസാഹസികമായി അമല ആശുപത്രി പരിസരത്തു നിന്നും പിടികൂടിയത്. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ SI D വൈശാഖ്, SI വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജോൺസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പാവറട്ടിയിൽ റോഡ് സേഫ്റ്റി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തകർന്ന റോഡിൽ ശയന പ്രദക്ഷിണ പ്രതിഷേധ സമരം നടത്തി. പാവറട്ടി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി കൺവീനർ AK ഷിഹാബാണ് ശയന പ്രദക്ഷിണം നടത്തിയത്.
ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ NJ ലിയോ ശൈലപ്രദക്ഷിണ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അഫ്സൽ പാലുവായ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വർഗീസ് പാവറട്ടി, സുബിരാജ് തോമസ്, BJ വർഗീസ്, KD രാജു, PV കുട്ടപ്പൻ, ഷബീർ ഏറത്ത്, CA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഹൈവേയുടെ പേരിൽ തീരദേശവാസികളെ വഞ്ചിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ നിലപാട് പിൻവലിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് PK കബീർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, VM ഷാജഹാൻ, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെ അനുസ്മരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 15 വൈകിട്ട് കേരളവർമ്മ വായനശാലയിൽ സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. റഷീദ് പാറയ്ക്കൽ, ഡോക്ടർ ടെസി റോത്തി, കൈരളി അനുശ്രീ ദീപക്, ഗായത്രി ഗോപകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ജോസഫ് പൂമല, KV മോഹൻദാസ്, മോഹനൻ അവണപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു. മുണ്ടത്തിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PP ജോസ്, സെക്രട്ടറി KA ജോൺസൺ, K ഹരിദാസ്, CV ജോയ്, KN പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പുണ്യചരിതനായ ഫാദർ ഡൻസ്റ്റൺ ഒലക്കെങ്കിൽ അനുസ്മരണം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കോയമ്പത്തൂർ പ്രൊവിൻഷ്യൽ ഫാദർ സാജു ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് ആശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് CMI അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്രദർ സാവിയോ ഒലക്കെങ്കിൽ, ഫാദർ ജോർജ് നരേപ്പറമ്പിൽ, ഫാദർ ജോയ് അറയ്ക്കൽ, ഫാദർ പോളി പയ്യപ്പള്ളി, മാനേജിംഗ് ട്രസ്റ്റി KJ വിൻസെന്റ്, PRO റാഫി നീലങ്കാവിൽ, ഫാദർ ജോൺ മരിയ വിയാനി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിട നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA വിലയിരുത്തി. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ ആകെ 112 ബെഡുകളാണ് സജ്ജീകരിക്കുന്നത്. കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകൾ ഒരുക്കും. 1-ാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും ഒരുക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. കയ്പമംഗലം കൂരിക്കുഴിയിൽ നടന്ന സംഗമം കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. സംഘം ഏരിയ പ്രസിഡന്റ് TN ഉദയകുമാർ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TS ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. 18, 19, 20 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. മുൻ മന്ത്രി KP വിശ്വനാഥന്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട്, അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിർധന രോഗികൾക്കായുള്ള ധനസഹായ വിതരണം നടക്കും. സംഘാടക സമിതി ഭാരവാഹികളായ KM ബാബുരാജ്, K ഗോപാലകൃഷ്ണൻ, സുധൻ കാരയിൽ, അലക്സ് ചുക്കിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഗ്രാമിക കുഴിക്കാട്ടുശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ ധനുമാസം 1-ാം തീയതി മലയാള കവിതാ ദിനമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഈ മാസം 16-ന് രാവിലെ 4 കവികൾ ചേർന്ന് മലയാള കവിതയുടെ പതാക ഉയർത്തുന്നതോടെ കവിതാ ദിനാചരണത്തിന് തുടക്കമാകും. തുടർന്ന് കാവ്യതരംഗിണി എന്ന പേരിൽ 7 സെഷനുകളിലായി നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കവി കൂരിപ്പുഴ ശ്രീകുമാറും കവിതാ ദിനാചരണത്തിന്റെ ഭാഗമായി 80-ൽ പരം കവികൾ പങ്കെടുക്കുന്ന കവിത ചൊല്ലും പറച്ചിലും കവി വീരാൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം നോവലിസ്റ്റ് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ, സാഹിതി ഗ്രാമിക ചെയർമാൻ പി ബി ഹൃഷികേശൻ, കവിതാ ദിനം കൺവീനർ ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, ഗ്രാമിക ഉപദേശക സമിതി അംഗം വാസുദേവൻ പനമ്പിള്ളി, സാഹിതി ഗ്രാമിക ജോയിന്റ് കൺവീനർ ഇമ്മാനുവൽ മെറ്റിൽസ് എന്നിവർ പങ്കെടുത്തു. കൈകൾ കുത്തി ശബരിമല കയറിയ കെ ബിജുവിന്റെ അനുഭവം ആൽബമാക്കി മാറ്റി KSRTC കണ്ടക്ടർ രതീഷ് ചന്ദ്രൻ. KSRTC മാള ഡിപ്പോയിലെ കണ്ടക്ടറായ രതീഷ് ചന്ദ്രനൊപ്പം 3 വർഷം ദിവസവേതനത്തിൽ ഓഫീസ് ജോലി ചെയ്ത ബിജു അരയ്ക്ക് താഴെ തളർന്നയാളാണ്. മലക്കുപോക്കാണോ ചർച്ച? ഞാനും ഈ പ്രാവശ്യം നോമ്പെടുത്തിട്ടുണ്ട്. ഞാനും ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ മലയ്ക്ക്. സ്വാമി ശരണം. നമുക്കൊരു ബിജുവാന്നേ. നമ്മളീ പിള്ളേരും കൊണ്ട് അമ്പലങ്ങൾ കയറി പോണല്ലേ, ഇനി പുള്ളിനെ കൊണ്ട് ഞാൻ പണി പാടൂട്ടാ. നീ എന്തിട്ട് വർത്താനൊക്കെ പറയണേ? പുള്ളിയുടെ എത്ര വർഷമായിട്ടുള്ള ആഗ്രഹം ഇതൊക്കെ. മലയ്ക്ക് നോമ്പെടുത്തിട്ട് ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയരുതോ. നമ്മളൊക്കെ അല്ലാണ്ട് വേറെ ആരുടെ അവനെ കൊണ്ടുപോകാനുള്ളത്? 43-കാരനായ ബിജുവിന് 1.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോ ബാധിച്ച വൈകല്യം സംഭവിച്ചത്. ഇടുക്കി രാജാക്കാട് സ്വദേശിയായ ബിജുവും കുടുംബവും വർഷങ്ങളായി വെണ്ണൂരിലാണ് താമസിക്കുന്നത്. KSRTC മാള ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന കാലം മുതലുള്ള സൗഹൃദത്തിലാണ് പാട്ടെഴുത്തുകാരനും ആൽബം സംവിധായകനുമായ രതീഷ് ചന്ദ്രൻ നിരാമയൻ എന്ന ആൽബത്തിലേക്ക് ബിജുവിനെ ക്ഷണിച്ചത്. തിങ്കൾ പോലെ ശോഭയാണയ്യൻ, പൂങ്കാവന പുണ്യമെന്നയ്യൻ, തിങ്കൾ പോലെ ശോഭയാണയ്യൻ. ശബരിമലയ്ക്ക് പോകാൻ അതിയായ ആഗ്രഹവുമായി കഴിഞ്ഞിരുന്നയാളായിരുന്നു ബിജു. ആഗ്രഹം നിരവധി പേരോടായി പറഞ്ഞുവെങ്കിലും കൊണ്ടുപോകാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഒരു വ്യക്തി സമ്മതമറിയിച്ചത്. അങ്ങനെ ബിജുവിന്റെ മുച്ചക്രവാഹനത്തിൽ ഇരുവരും ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. കനത്ത മഴയിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പമ്പയിലെത്തിയത്. പമ്പയിൽ വെച്ച് ഊന്നുവടി തെറ്റിവീണ് പരിക്കേറ്റു. പിന്നീട് ഊന്നുവടിയും ഇരുമുടിക്കെട്ടും സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം കീറിയ വസ്ത്രത്തോടെ മഴ നനഞ്ഞ് കൈകൾ കുത്തി നീങ്ങിയാണ് 18-ാം പടിയിലെത്തിയത്. അവിടെ നിന്ന് പോലീസുകാരാണ് ഉയർത്തി സന്നിധാനത്തെത്തിച്ചത്. ഈ വിവരം ഫേസ്ബുക്കിലൂടെ വിവരിച്ചത് കണ്ടാണ് ആ അനുഭവം വിഷയമാക്കി രതീഷ് ചന്ദ്രൻ ആൽബത്തിന് കഥയും വരിയും എഴുതി സംവിധാനം നിർവഹിച്ചത്. പമ്പ നദിക്കരയിൽ പനിനീർ പൂച്ചേലഴകോടെ വന്നു പിറന്നു മണികണ്ഠനീ, പന്തള നാടിനു പൊന്മകനായി വളർന്നൊരു പൊന്നുണ്ണി, പാരിനു രക്ഷകനെ നീ മാമലമേലെ വാണരുളി. അതൊരു വലിയൊരു അനുഭവവും ഒരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കാണാനുള്ള ഒരു ആഗ്രഹം സഫലീകരിച്ചു. അതോടൊപ്പം എൻ്റെ ഒരു ആഗ്രഹവും സാധിച്ചു. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. ഈ വർഷം എത്തി നമ്മൾ അങ്ങനെ ഒരു സമീപനം നടത്തി, പക്ഷെ ആരും ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. സ്വന്തം കഥയിൽ കഥാപാത്രമായി മാറിയത് ബിജുവാണ്. ഗാനം ആലപിച്ചത് ജ്യോതിഷ് ബാബു. രതീഷ് ചന്ദ്രൻ എഴുതിയ 60ഓളം പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള സഹപാഠിയായ ബിജു കെ കരുണാകരനാണ് നിരാമയൻ എന്ന ആൽബത്തിനും സംഗീതം നിർവഹിച്ചത്. ഇവരുടെ കാവലാൾ എന്ന ആൽബത്തിലും ബിജു അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നായ ശബരിമല സന്നിധാനത്ത് എത്തണം എന്നത് സാധിച്ചതിനൊപ്പം ആ സാഹസിക യാത്ര ദൃശ്യാവിഷ്കാരമായി മാറ്റിയതിന്റെ സന്തോഷത്തിലാണ് ബിജു. TC വിനോസ്, മാള. ബഷീർ വടക്കൻ എഴുതിയ കനൽ പെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മതിലകത്ത് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി CS രവീന്ദ്രൻ അധ്യക്ഷനായി. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എന്നിവർ മുഖ്യാതിഥികളായി. ബക്കർ മേത്തല പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരൻ KR കിഷോർ, സിദ്ദിഖ് ഷമീർ, ഷൈജൻ ശ്രീവത്സം, സുരേഷ് പെരിഞ്ഞനം, ഖാദർ പട്ടേപ്പാടം, TK ഗംഗാധരൻ, ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി.
മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ നീന്തൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഇന്ന് 440 രൂപയാണ് കുറഞ്ഞത്. ഒരു പവന് 57,840 രൂപയായി. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 7,230 രൂപയായി. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിൽ പഠന വിഷയങ്ങളെ കലയുമായി ബന്ധപ്പെടുത്തി ആർട്ട് ഇന്റഗ്രേഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. മുൻ തൃശൂർ ജില്ലാ കളക്ടർ ഡോക്ടർ VM ഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ചിത്ര S നായർ, വൈസ് പ്രിൻസിപ്പൽ TV സ്മിത, ഭവൻസ് തൃശൂർ കേന്ദ്ര സെക്രട്ടറി KP രാധാകൃഷ്ണൻ, ഭവൻസ് അക്കാദമിക് കോർഡിനേറ്റർ അനില M ജയചന്ദ്രൻ, ഭവൻസ് പോട്ടോർ പ്രിൻസിപ്പൽ ഡോക്ടർ V ബിന്ദു എന്നിവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,220, പവന് 57,760. വെള്ളി ഗ്രാമിന് 98, പ്ലാറ്റിനം ഗ്രാമിന് 3,219 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ഖബറടക്കി. കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. അഞ്ചേരിയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 37 പവൻ കവർന്ന കേസിലെ 2 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ, അമിത് ഡോളയ് എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി പോട്ടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ മധ്യവയസ്കൻ മരിച്ചു. ചേലക്കര മേപ്പാടം കൽത്തൊട്ടിയിൽ ആംബുലൻസ് മറിഞ്ഞ് നഴ്സിന് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൌജന്യമായി കളഭം നൽകാതിരുന്ന ക്ഷേത്ര മാനേജരെ സ്ഥലം മാറ്റി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിൽ പ്രതിഷേധം പുകയുന്നു. മുനമ്പം വിഷയം ക്രിസ്ത്യൻ സമുദായം ഒന്നിച്ചു നിന്നപ്പോഴാണ് പാണക്കാട് തങ്ങൾക്ക് ബിഷപ്പ് പാലസിലെത്തി ചർച്ച നടത്തേണ്ടി വന്നതെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ശ്രീനാരായണീയർ തയ്യാറാകേണ്ടതുണ്ടെന്നും വെള്ളാപ്പള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.